സമയത്തിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകർ, ഈ നാട്ടുകാരും എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഇതുവരെ കാത്തു നിന്നിരുന്നത്. 2023 ജൂൺ മാസം 16-ാം തീയതിയാണ് ശൈഖുനാഥങ്ങൾ ഈ സ്ഥാപനത്തിന് കുറ്റിയടിച്ചത്. ഏകദേശം 4 വർഷം തികയാണ്. അടുത്ത മാസത്തോടുകൂടെ 4 വർഷം തികയുകയാണ്. അന്ന് ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ശൈഖുന പറഞ്ഞ ഒരു വാക്ക്, കുറുക്കന്മാരും കുറുനരികളും ഓരിയിടുന്ന ഈ കാട് ഖുർആൻ കൊണ്ട് നിറയും, ഖുർആനിന്റെ നൂറ് കൊണ്ട് നിറയുമെന്ന് ശൈഖുന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഖീഉൽ ഗർഖദിലെ മുൾച്ചെടി കൊണ്ട് മദീന തിങ്ങി നിറഞ്ഞിരുന്നു. ആ നാട് എങ്ങനെയാണോ പ്രകാശപൂരിതമായത്, അതുപോലെ ഭാവിയിൽ ഇവിടെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് പ്രകാശിക്കുമെന്ന് ശൈഖുന അന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥാപനം കൊണ്ട് ഈ നാട്ടുകാരും മരണപ്പെടുമ്പോൾ അവർക്കതിന്റെ ഗുണമുണ്ടാകുമെന്നും ശൈഖുന അന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, വന്ദരായ ശൈഖുന തങ്ങൾ മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവൻ മക്കത്തുൽ മുഖറമയിൽ നിന്ന് മദീനത്തുൽ മുശറഫയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം 40 മുരീദന്മാരും ഖാജാതങ്ങളും ഇന്ത്യയിലേക്ക് ദീനീ ദഅവത്തിന് വന്നു എങ്കിൽ മഹാനായ ശൈഖുന തങ്ങൾ ദർസ് തുടങ്ങുന്നത് ചപ്പാരപ്പള്ളിയിലേക്ക് ദർസ് വേണ്ടി വരുന്നത് 40 മുതഅല്ലിമീങ്ങളുമായിട്ടായിരുന്നല്ലോ. അതേ ആവർത്തനമാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് മഹാനായ ശൈഖുന തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഹബീബായ അല്ലാഹുവിന്റെ കലാം, പരിശുദ്ധ കലാം ഈ മക്കളുടെ കയ്യിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ നിമിഷം മുതൽ ഈ സ്ഥാപനത്തിന്റെ ഗതികൾ മാറുകയാണ്. പരിശുദ്ധമായ ഈ പള്ളി വഖഫ് ചെയ്തുകൊണ്ട് ഇവിടെ സുജൂദുകൾ നടക്കുകയാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ നാണമുറിയാത്ത ഓത്ത് ഇവിടെ നടക്കാൻ പോവുകയാണ്. പരിശുദ്ധമായ ദീനി ഇൽമുകൾ ഇവിടെ പാരായണം ചെയ്യുകയാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന വാക്ക് ഇവിടെ പുലരുകയാണ്. മഹാനായ കന്യാലമുല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ പാവന സ്മരണയ്ക്ക് വേണ്ടിയാണ് ശൈഖുന ഈ സ്ഥാപനവും നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥാപനം നിലകൊള്ളുന്നത് മഹാനായ മൗലാ തങ്ങളുടെ നാടിൻ പ്രദേശത്താണ്. ഈ നാട്ടുകാരെല്ലാവരും ഈ സ്ഥാപനത്തെ കുറിച്ച് ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞതാണ്. കുറ്റിയടിച്ച ആ മാസം മുതൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ 100 കണക്കിന് മൗലിദുകൾ നടന്നിട്ടുണ്ട്. 1000-കണക്കിന് ഖുർആനുകൾ ഓതിയിട്ടുണ്ട്, യാസീനുകൾ പാരായണം ചെയ്തിട്ടുണ്ട്. ഔസുല്ലാമിന്റെയും അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെയും ഖാജാ തങ്ങളുടെയും മഹാനായ മംഗലാപുരം മൗലാ തങ്ങളുടെയും സാലിഹ് മൗലാ തങ്ങളുടെയും ശൈഖുൽ മശായിഖ് കന്യാലമുല തങ്ങളുടെയും അതുപോലെ പരിശുദ്ധമായ ബദരീങ്ങളുടെയും അതുപോലെ മങ്കൂസ് മൗലിദുകളും പാരായണം ചെയ്ത് ഇവിടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണെന്ന് ശൈഖുന പറയുകയും അത് ഈ നാട്ടുകാരെല്ലാവരും ഇവിടെ വരുന്നവരെല്ലാവരും അനുഭവിച്ച വലിയൊരു സത്യമാണ്. ശൈഖുന പറഞ്ഞിട്ടുണ്ട്, ഈ മൗലിദ് കൊണ്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെയായത്. ഈ സ്ഥാപനം ബഹുമാനുള്ള മുഅ്മിനീകളെ ഒരു മഹാത്ഭുതമാണ്. ഇത് മഹാനായ ശൈഖുന തങ്ങളുടെ വലിയൊരു കറാമത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും വിശാലമായ ഒരു കോടിക്കണക്കിന് രൂപകൾ ഈ കുണ്ടിൽ ചെലവഴിച്ചത് ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ കാണുന്നതായ ഇതിന്റെ ഹാദിമീങ്ങളായ മുഹിബ്ബീങ്ങളാണ്. പറയത്തക്ക വലിയ പണക്കാരോ അതല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരോ ഇതിന്റെ പിന്നിലില്ല. അല്ലാഹുവിന്റെ വജഹ് വിചാരിച്ചുകൊണ്ട്, പരിശുദ്ധമായിരിക്കുന്ന അല്ലാഹുവിന്റെ നാളത്തെ ആഖിറത്തിന്റെ വിജയം വിചാരിച്ചുകൊണ്ട് ശൈഖുനയുടെ ഒരു വാക്ക് മാത്രമാണ് മൂലാധാരമായി കയ്യിലുണ്ടായിരുന്നത്. ശൈഖുന പറഞ്ഞു, കുറ്റിയടിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ ബദരീങ്ങളെ മുൻനിർത്തി ഇറങ്ങിപ്പോയെന്ന്.
ഇന്നലെയാണ് പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന കട്ട ഇവിടെ വിരിച്ചത്. ശൈഖുനാക്ക് അതുകൂടെ ഇവിടെ ഒന്ന് നടക്കണമെന്നുണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ പ്രിയപ്പെട്ട മുത്തുമൂമിയങ്ങൾ ഇതിങ്ങനെയൊക്കെ ആക്കി തീർത്തത്. ഞാൻ എന്റെ സ്വാഗത പ്രഭാഷണം നീട്ടുകയില്ല. ഈ സ്ഥാപനം എന്തുകൊണ്ടും ശൈഖുന നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും നെഞ്ഞിലേറ്റേണ്ട സ്ഥാപനമാണ്, നമ്മളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കേണ്ട സ്ഥാപനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഈ സ്ഥാപനത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സാന്ദർഭികമായി അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇവിടെ 19ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകി കഴിഞ്ഞു. സാന്ദർഭികമായി അറിയിക്കുകയാണ് ബഹുമാനികളെ, ഇനിയും ഇവിടെ കുട്ടികൾ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വിശാലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ മക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും കഠിനാധ്വാനം ചെയ്തത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉഖ്റവിയായ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഉഖ്റവിയായ ആലിമീങ്ങൾ ആഫിലീങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തിലാണ്. മഹാനായ ശൈഖുനാ തങ്ങൾ എപ്പോഴും എന്നും നമ്മളെല്ലാവരും പറയുന്നത് അതാണ്, തഖ്വയാണ് നമ്മളെല്ലാവരും കൈപിടിക്കേണ്ടത് എന്ന ഉഖ്റവിയായ ലക്ഷ്യമാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് സുന്ദരമായി നമുക്ക് മരിക്കാൻ കഴിയണം, ഖബറിൽ നല്ല നിലക്ക് നമുക്ക് കിടക്കാൻ കഴിയണം, ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. അതാണ് നമ്മളെല്ലാവരോടും പറയുന്നത്. യാതൊരുവിധ ഭൗതികമായ താല്പര്യങ്ങളോ ലാഭേച്ഛകളോ ഒന്നുമില്ലാതെ അല്ലാഹുവിന്റെ വജ്ഹ് വിചാരിച്ചതിന് വജ്ഹില്ല, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. എത്രയോ മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങൾ, അറിയുന്നവരും അറിയാത്തവരും ഈ സ്ഥാപനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വന്നിരിൽ വന്നരായ മുത്ത് ശൈഖുനാ തങ്ങൾ ഈ ദുആ ചെയ്യും, അവർക്കൊക്കെ വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യും. ആ ദുആയും സ്വലാത്തും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എല്ലാവരും പോകാവൂ എന്ന് സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ്. ബഹുമാനികളെ, ഇവിടെ ഇനി കട്ട വിരിച്ച് ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷീറ്റ് ഇടുന്ന ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനൊരു ജനറേറ്റർ ഇവിടെ വാങ്ങേണ്ടതുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ മക്കളെ ദത്തെടുത്തുകൊണ്ട് ഓരോ വർഷത്തേക്ക് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്ക്, ഇത്രയും ചെയ്ത ഈ മുഹിബ്ബീങ്ങൾക്ക് ഇനി ഒരു ബാധ്യത ഇവിടെ മക്കൾ വരുമ്പോൾ ഉണ്ടാകരുതേ എന്ന് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് വിചാരിച്ച് അതിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഇങ്ങോട്ട് ഉണർത്തുകയാണ്. പല മുഹിബ്ബീങ്ങളും പലതും തന്നിട്ടുണ്ട്, എടുത്തു പറയേണ്ടതുണ്ട്. ഈ സ്ഥലം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റഷീദ് ഹാജി, അദ്ദേഹത്തിന് നാളെ മൗലയോടുകൂടെ ശൈഖുനയോടുകൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടണം എന്ന നിയത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് തന്നിട്ടുള്ളത്. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. ശൈഖുന ഇവിടെ ദുആ ചെയ്യും, എല്ലാവർക്കും വേണ്ടി ഇവിടെ ദുആ ചെയ്യും. അതുപോലെ എത്രയെത്ര മുഹിബ്ബീങ്ങൾ ഇന്നലെ വരെ മിഞ്ഞാന്ന് വരെ ഇവിടെ പലരും വന്ന് ഈ സ്ഥാപനം കണ്ടുകൊണ്ട് താഴെക്കൂടുള്ള ഒരു ഉമ്മ വന്നുകൊണ്ട് 1 ലക്ഷം രൂപ ഈ പള്ളിയിലെ കാർപ്പറ്റിലേക്ക് തന്നു. ഈ പള്ളി കണ്ട് മകനോടുകൂടെ കണ്ട് അത് തന്ന് തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ശൈഖുനയോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനെ പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും എല്ലാം തന്നിട്ടാണ് ഈ സ്ഥാപനം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. എങ്ങനെ ഇതെല്ലാം വന്നു എന്ന് ചോദിച്ചാൽ ഒരു മഹാത്ഭുതത്തിന്റെ വരവാണ്. ബഹുമാനികളെ, ഇനിയാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തിന് നമ്മൾ അടുത്തറിയേണ്ടതും നെഞ്ചേറ്റേണ്ടതും നമ്മളെല്ലാവരും മനസ്സിൽ ഈ സ്ഥാപനം കൊണ്ടു നടക്കേണ്ടതും. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിലെ മക്കളെ ഏറ്റെടുക്കണം. ഇത് സ്ഥാപനത്തിന്റെ മക്കൾ മഹാനായ ശൈഖുനായുടെ മക്കളാണ്, മഹാനായ മൗലാത്തങ്ങളുടെ മക്കളാണ്. അവർക്ക് യാതൊരു കുറവുമില്ലാതെ ഇൽമു പഠിക്കാനും ഹിഫ്ള് പഠിക്കാനും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ അവർ നല്ല രീതിയിൽ നോക്കി നടത്തേണ്ടത് നമ്മളാണ്, നമ്മുടെ മക്കളാണ് അവർ എന്ന് നമ്മളെല്ലാവരും വിചാരിക്കണം. ഇവിടെ കൂടിയ പ്രിയപ്പെട്ടവരെ, മുഹിബ്ബീങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളെല്ലാവരും വന്നത് ഈ മഹത്തായ സദസ്സിന് വേണ്ടിയാണ്. പക്ഷേ ഇതോടുകൂടെ നിങ്ങൾ ഇത് അവസാനിപ്പിക്കരുത്. ഈ സ്ഥാപനത്തിന് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളോട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട് പരിപാടിയിൽ കാര്യമായ പരിപാടികളൊന്നുമില്ല. പ്രധാനപ്പെട്ട പരിപാടി ശൈഖുനയുടെ നസീഹത്താണ്.
അതുപോലെ തന്നെ പള്ളി വഖഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യലാണ്. അതിനുശേഷം മഹത്തായ സ്വലാത്ത് സ്ഥാപിക്കലാണ്. ആ സ്വലാത്തിലും പങ്കെടുത്ത് അവിടെ ദുആയും കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എല്ലാവരും പോകാവൂ എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം നമ്മളെല്ലാവരും കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ സ്വലാത്ത് മാസത്തിൽ ഒരിക്കൽ ഇവിടെ നടക്കും. അതിന്റെ സമയവും സ്ഥലവും ദിവസമൊക്കെ ശൈഖുന നമ്മോട് അറിയിക്കും. ഇൻഷാ അല്ലാഹ് അവിടെ ഇതുവരെ വന്നതുപോലെ അതിനേക്കാൾ ഉപരിയായി നിങ്ങളെല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കണമെന്നുകൂടെ നിങ്ങളോട് ഉണർത്തുകയാണ്. അതോടെ തന്നെ ഇൻഷാ അല്ലാഹ് കുറെ പണികൾ ബാക്കിയുണ്ടായതുകൊണ്ടും ഒക്കെ ആയതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികളുടെ പഠനം ആരംഭിക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ്. അന്ന് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മഹാനായ ശൈഖുനയുടെ സമ്മതത്തോടുകൂടെ ഒരവസരം നൽകിയിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുപാട് തന്നിട്ടുണ്ട്, ഒരുപാട് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനം നിങ്ങൾക്കൊന്ന് കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്ന പൈസ കൊണ്ട് ഇവിടെ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ അറിയണം, നിങ്ങൾ കാണണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച 10 മണി മുതൽ ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരമാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് മക്കള് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയോടുകൂടെ പഠനം തുടങ്ങുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനികളെ, ഈ മഹത്തായ യോഗത്തിന്റെ എല്ലാ ചുക്കാൻ പിടിക്കുന്നതും നിയന്ത്രിക്കുന്നതും മന്ദിരിൽ വന്നരായ മഹാനായ ശൈഖുന തങ്ങളെയാണ്. ശൈഖുനയുടെ ശൈഖുന തങ്ങളെ എല്ലാവിധ അർഹിക്കുന്ന ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും ഈ ചടങ്ങിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സമഹനീയ സാന്നിധ്യം മഹാനായ സാഹിബുൽ മൗല അഹമ്മദ് സാഹിബ് വലിയുള്ളാഹി തങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരക്കുകളെ കൊണ്ടോ മറ്റോ വൈകിയതാണ് എന്നാണ് മനസ്സിലാകുന്നത്. മദ്യരായ സാഹിബുൽ മൗല തങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യരായ ഉസ്താദ് KK അബൂബക്കർ ഫൈസി ഇർഫാനി ഊർപ്പള്ളി അവരുകളാണ്. ശൈഖുനയോടുകൂടെ ഊർപ്പള്ളിയിൽ ആദ്യമായി ദർസ് തുടങ്ങുന്നുണ്ടായിരുന്ന മുതഅല്ലിമും കൂടെയാണ്. നമ്മുടെ ജാമിയ ഇർഫാനിയ അറബി കോളേജിന്റെ അഭിവന്ദനായ പ്രസിഡന്റും അവിടുത്തെ പ്രധാന മുദരിസും കൂടെയാണ് ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാന്യരായ സാലിഹ് കാക്കു ഹസൻ കാക്കുവിനെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ കമ്മിറ്റിക്കാരോട് ചേർത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിനെ ഈ വിധത്തിലൊക്കെ ആക്കിത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തവരാണ് അവരൊക്കെ. അവർക്കൊക്കെ അർഹമായിരിക്കുന്ന എല്ലാവിധ ഉയർച്ചയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായോഗത്തിൽ വലിയൊരു സമയമില്ലെങ്കിലും ഒരു അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഷരീഫ് അഷ്റഫി കാസർഗോഡാണ്. ഉസ്താദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആശംസ പ്രസംഗം ബഹുമാനപ്പെട്ട ഷരീഫ് ഫൈസി ഇർഫാനി, അതുപോലെ വേദിയിലുള്ള നമ്മുടെ മുഹമ്മദ് ഷാഫി കുഞ്ഞിപ്പള്ളി, അതുപോലെ അബ്ദുൽ നസീർ ഫൈലി ഇർഫാനി, ഉസ്താദ് KK അബൂബക്കർ മുസ്ലിയാർ ചെന്നലോട്, യൂസുഫ് ഫൈലി ഇർഫാനി കൂട്ടിൽ, അതുപോലെ അബ്ദുള്ള ഫൈസി ഇർഫാനി കുറ്റിയാടി, അതുപോലെ നമ്മുടെ കേന്ദ്ര IDSന്റെ പ്രസിഡന്റ് ഹസൻ മുസ്ലിയാർ ഏരിയം, അതുപോലെ സെക്രട്ടറി റഫീഖ് ഫൈലി ഉസ്താദ് മട്ടന്നൂർ, ഉബൈദ് ഫൈലി ഇർഫാനി, യാക്കൂബ് ഫൈലി ഇർഫാനി, ബഹുമാനപ്പെട്ട സാദിഖ് ദാരിമി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഫാറൂഖ് റഹ്മാനി ഉസ്താദ് തുടങ്ങിയ അബ്ദുൽ ഖാദർ ഇർഫാനി ഉസ്താദ് തുടങ്ങിയ എല്ലാവരെയും പേരെടുത്ത് പറയേണ്ട പലരും ഇവിടെയുണ്ട്. അതുപോലെ ഈ കോളേജിലേക്ക് നിയമിച്ചിട്ടുള്ള ഉസ്താദുമാർ, ഹാഫിളീങ്ങൾ തുടങ്ങിയിട്ടുള്ളവർ, ഇവിടെ പഠിക്കാൻ വന്ന മുതഅല്ലിമീങ്ങൾ, രക്ഷിതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ മുഹബ്ബീങ്ങളെയും മുഹബ്ബികളെയും നാട്ടുകാരെയും, പ്രത്യേകിച്ച് ഈ നാട്ടിലെ പള്ളിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഉസ്താദ് അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ അമ്മിനിക്കാട് മഹല്ലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് അവറുകളെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.